ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. വിശാഖഷഷ്ഠി മന്ത്രം 30. ഹാരങ്ങളാടി മണിപൂരങ്ങൾ കോർത്തിടകൾ ദൂരം വെടിഞ്ഞു നടുവിൽ പാരം പ്രഭാബിരിട ചേരുന്ന നായകസുമാരഞ്ജിതദ്യുതിയൊടും താരങ്ങളാൽ അമൃതകാരൻ കണക്കെ നിജചാരത്തു താരക വിഭഷോരസ്ഥലം പഴനിസാരം നിനയ്ക്ക ബഹുവാരം മദീയ മനമേ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ശുഭദിനം, സുപ്രഭാതം. ഏവർക്കും വിനീതമായ നമസ്കാരം. വിശാഖഷഷ്ഠി മന്ത്രം 30 വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം എപ്രകാരമാണെന്ന് നമുക്ക് നോക്കാം. ധാരാളം രത്നങ്ങൾ കോർത്തിണക്കിയ മുത്തുമാലകൾ വരിവരിയായി തമ്മിലൊട്ടും വിടവില്ലാത്ത തരത്തിൽ ഇളകി ആടിക്കൊണ്ടിരിക്കുന്നതാണ് പഴനിയുടെ സാരമായിരിക്കുന്നതും താരകാസുരന്റെ ശത്രുവായിരിക്കുന്നതുമായ സുബ്രഹ്മണ്യന്റെ ഉരസ്. അവിടെ കാണുന്ന മുത്തുമാലകൾക്കു നടുവിൽ വർദ്ധിച്ച പ്രഭയോട് കൂടിയിരിക്കുന്നതും അത്യധികം ഭംഗിയോടും നിറപ്പകിട്ടോടും കൂടിയതുമായ നായികക്കല്ലിന്റെ പ്രഭ നക്ഷത്രങ്ങളാൽ ചുറ്റപ്പെട്ട് ചന്ദ്രനെ പോലെ കാണപ്പെടുന്നു. അല്ലയോ എൻ്റെ മനസ്സേ, സുബ്രഹ്മണ്യന്റെ അങ്ങനെയുള്ള തിരുമാറ് നിനക്കേറ്റവും അടുത്തിരിക്കുന്നതായി കണ്ടുകൊണ്ട് വീണ്ടും വീണ്ടും ധ്യാനിക്കുക. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബികായേ നമഃ.